എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഫൈനലി പ്രാവൻകൂട് ഷാപ്പ്, ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ, റിട്ടൺ ബൈ ശ്രീരാജ് ശ്രീനിവാസൻ, പ്രൊഡ്യൂസ്ഡ് ബൈ അൻവർ റഷീദ്, സ്റ്റാറിംഗ് സോബിൻ സഹീർ, ബേസിൽ ജോസഫ്, ചമ്പൻ വിനോദ്, സിനിമോട്ടോഗ്രാഫി ഷൈജു ഖാലിദ്, എഡിറ്റഡ് ബൈ ഷഫീഖ് മുഹമ്മദ്, മ്യൂസിക് ബൈ വിഷ്ണു വിജയ്, പ്രൊഡക്ഷൻ കമ്പനി അൻവർ റഷീദ് എന്റർടൈൻമെന്റ്. ഒരു വമ്പൻ ടീം ആണ് ഈ സിനിമയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഒരു അൻവർ റഷീദ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പുള്ളിയുടെ ടെക്നിക്കൽ ക്രൂ മൊത്തം ഈ സിനിമയിൽ പണി തീർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഈ സിനിമ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഒരു വലിയൊരു ഹൈലൈറ്റ്. ടെക്നിക്കലി ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റും. ഒരു ഓരോ ഷോട്ടും, ഓരോ സീനും, ഓരോ മോമെന്റ്സും അത് അവര് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന രീതി, അത് നമുക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ സൗണ്ട് എഫക്ട്സ്, അതിന്റെ സൗണ്ട് മിക്സിങ്, ഡോൾബി എഫക്ട്സ്, ലൈറ്റിംഗ്, എഡിറ്റിംഗ്, എല്ലാം കിഡു കിഡു എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് കിഡു. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നുണ്ടല്ലോ, ചാന്ദിനി എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്, അവരൊരു മെയിൻ കഥാപാത്രം ചെയ്യുന്നുണ്ട്. നമ്മള് ഇതിനു മുമ്പ് അവരെ വേറെ ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു സിനിമയിൽ കണ്ട ഒരു ലുക്കിലല്ല അവർ വന്നിരിക്കുന്നത്. ഒരു ടോട്ടൽ മേക്ക് ഓവർ എന്നൊക്കെ പറയാം. കുറച്ച് എന്താ പറയാ, എക്സ്ട്രാ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവരെ ഒന്ന് കറുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ച് ബോറായ പോലെ എനിക്ക് തോന്നി. ബിക്കോസ് ഇറ്റ് ഡസന്റ് ലുക്ക് വെരി നാച്ചുറൽ. അത് ഇനി അവർ എന്തൊക്കെ സ്പെഷ്യൽ എഫക്ട്സ് കാണിച്ചിട്ട് അത് കാര്യമില്ല, അത് ഡസന്റ് ലുക്ക് നാച്ചുറൽ. പക്ഷെ അവരുടെ റോൾ അങ്ങനത്തെ ഒരു റോ ആയിട്ടുള്ളൊരു ഫെമിനിൻ റോളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്തായാലും അതങ്ങോട്ട് വർക്കൗട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പിന്നെ ബാക്കിയുള്ളത് ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, അവരുടെ ഒരു കോമ്പിനേഷൻ അങ്ങനെ വലുതായിട്ട് കോമ്പിനേഷൻ റോൾസ് അല്ല, പക്ഷെ ഇവരുടെ സീനൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സോബിന്റെ റോളും വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഒരു മുടന്തരായിട്ടാണ്, ചട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഈ സിനിമയില് മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ സ്ലാങ്ങിലുള്ള ഒരു സിനിമയാണ്, തൃശ്ശൂർ സംഭവിക്കുന്ന ഒരു സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. മാപ്രാണം എന്നവരെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സ്ലാങ്ങിലാണ് ഈ സിനിമ എന്താ പറയാ ഉടനീളം പോകുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില കഥാപാത്രങ്ങൾ ഈ നമ്മൾ തൃശ്ശൂർ സ്ലാങ് വിട്ട് വേറെ കൊച്ചി സ്ലാങ്ങിലേക്കും മറ്റുള്ള സ്ലാങ്ങിലേക്കും ഒക്കെ മാറും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയണം, എന്തുകൊണ്ടാന്ന് എനിക്കറിയണം. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. പെർഫോമൻസ് വൈസ് എനിക്ക് ഒന്നും കുറ്റം പറയാനില്ല. പെർഫോമൻസ് വൈസ് ഒക്കെ വളരെ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഇതിന്റെ ഒരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എല്ലാം ബേസിക്കലി ഒരു കഥ എന്ന് പറയുമ്പോൾ ഇതൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ, ഒരു ഷാപ്പിന്റെ ഉള്ളിൽ ആത്മഹത്യ നടക്കുന്നതാണ്, ഒരാള് തൂങ്ങി മരിക്കുന്നു. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ എൻഡിങ് വരെ. അത് സംശയിക്കാൻ പലരും അതിൽ ഇടയാവുന്നു. അങ്ങനെ പലരുടെ മേലും സംശയം പോകുന്നു, അവരുടെ മേൽ അന്വേഷണം വ്യാപിക്കുന്നു. അത് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മളെ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ നടൻ വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ബേസിൽ ജോസഫ് ഈ ഇൻസ്പെക്ടറായിട്ട് വരുമ്പോഴും തൃശ്ശൂർ ഭാഷ സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടോ നമുക്കതൊരു അതിന് മൊത്തം ബേസിൽ ജോസഫാണ്, ആ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് എനിക്കൊരു പ്രശ്നം. അത് ഞാനത് കുറ്റം പറയല്ല, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും ബേസിൽ ജോസഫ് ആണെന്ന്, അല്ലാണ്ട് വേറെ കഥാപാത്രമൊന്നുമില്ല. ആ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിലേക്ക് അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞാൽ നമ്മള് ബേസിൽ ജോസഫിന്റെ വേറെ കുറെ സിനിമകൾ, നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? നല്ല സിനിമകളൊക്കെ പുള്ളി അഭിനയിക്കുന്നത്, നല്ല പെർഫോമൻസുമാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു ഡാർക്ക് കോമഡി, ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവമുണ്ടല്ലോ, ഇതൊരു ഡാർക്ക് ഹ്യൂമർ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്ഷൽ കമന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ഒരു ഡാർക്കായിട്ടുള്ള ജോക്സും അങ്ങനെയൊക്കെയാണ് കഥയിൽ ഉടനീളം വരുന്നത്. പക്ഷെ അതൊന്നും അങ്ങോട്ട് പ്രോപ്പർലി വർക്ക്ഔട്ട് ആയില്ല. അത് ചില ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാണ്, ചില സമയത്തുള്ള ഡയലോഗ്സ് കിട്ടുകയാണ്. പക്ഷെ വേറെ ചില സമയത്തുള്ള അതൊരു ഔട്ട് ഓഫ് ആ ഒരു സിറ്റുവേഷൻ ആയി പോയോ എന്നൊക്കെ നമുക്ക് കാണാൻ തോന്നും.
അതുപോലെ തന്നെ നമുക്കൊരു ഈ എന്റർടൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഉടനീളം നമ്മൾ അതിൽ എൻഗ്രോസ്ഡ് ആയിരിക്കണം. ഇത് ചില സമയത്തൊക്കെ നമ്മൾ ആ സീൻ ഇപ്പൊ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മൊബൈലൊക്കെ ചിലപ്പോൾ നോക്കിയതായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്കുണ്ട്. നമ്മൾ ആ എൻഗ്രോസ്ഡ് അല്ലായിരിക്കില്ല ഈ കഴിയുന്നവരെ. പിന്നെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ് ഒക്കെ നല്ല രസമായിരുന്നു. ഇവരെ അന്വേഷണത്തിലേക്ക് വരുന്നതും ആ പ്രാവൻകൂട് ഷാപ്പിന്റെ ഉള്ളിലുള്ള നടക്കുന്ന സംഭവങ്ങൾ അവർ കാണിക്കുന്നതും അതിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുന്നു, എസ്പെഷ്യലി വില്ലന്റെ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുന്നതൊക്കെ. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മരിക്കുന്ന ഒരാൾ, അയാളാണ് ബേസിക്കലി ഒരു വില്ലനീസ് ക്യാരക്ടറായിട്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ അയാളൊക്കെ ഭയങ്കരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അയാളെ ആ ഒരു ഇടി സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. ഒരു ഒരാളുടെ തല വാതിലിന്റെ ഇടയിലൊക്കെ വെച്ചിരിക്കുന്ന സീനുണ്ട്, അതൊക്കെ പൊളി സീനാണ്. അതുപോലെ ചെവി പറിച്ചെടുക്കുന്ന സീൻ, ചെവിയല്ല, ഒരു ഇയറിംഗ് പറിച്ചെടുക്കുന്ന സീൻ, അതൊക്കെ രസമായിട്ടുണ്ട്. അതുപോലെ ഒരു പഴയ ടോയ്ലറ്റ് പോലത്തെ ഒരു ബിൽഡിങ്ങിൽ കിടന്ന അടി, അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ അടി കൂട്ടത്തല് എന്ന് പറയില്ലേ, കൂട്ടത്തല്, അതൊക്കെ കിടുവായിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഈ ലോക്കൽ മറ്റേ തെറിച്ച പിള്ളേരെ കാണിക്കില്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഈ കഞ്ചാവ് ഒക്കെ അടിച്ച് കിടക്കുന്ന കുറെ പിള്ളേരുണ്ടാവില്ലേ, നമ്മളെ എപ്പോഴും തല്ലുകൊള്ളി പിള്ളേരെന്നൊക്കെ പറയില്ലേ, എന്ത് പറഞ്ഞാലും അടി ഉണ്ടാക്കാൻ പോകുന്ന പിള്ളേർ, അങ്ങനത്തെ കുറച്ച് പിള്ളേരെ കാണിച്ചു, അതൊക്കെ രസമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്യാരക്ടർ ഒരു ബേസ് അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഡാർക്ക് ഹ്യൂമർ ഉള്ള സിനിമയാണ്. അപ്പൊ ആ ഡാർക്ക് ഹ്യൂമർ ഒന്നും ചില സമയത്തൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്കിത് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ ബോറടിക്കാതെ കാണാം. ബോറടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയ കണ്ടിന്യൂറ്റി പ്രോബ്ലം. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് ഈ സ്ലാങ് മാറിപ്പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഞാനൊരു തൃശ്ശൂരാരനായതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ സ്ലാങ് പ്രോപ്പർ അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ചില സമയത്ത് ചിലപ്പോൾ ഇപ്പൊ കോട്ടയം, കാസർഗോഡ് അവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത്ര ഫീൽ ചെയ്യില്ല. നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാരുണ്ട്, കോട്ടയങ്കല്ലൂർ അവിടെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരും, ഇരിങ്ങാലക്കുട, ചാലക്കുടി അവിടെയൊക്കെ ഉള്ളവർക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത് മാപ്രാണെന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെന്താ നമ്മുടെ സ്ലാങ് അല്ലല്ലോ, ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓവറോൾ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ എന്റർടൈനർ ആണ്. ഈ പറഞ്ഞ പോലെ ചെറിയ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്. ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവ്യൂ പറയുമ്പോഴൊക്കെ പറയണല്ലോ, നമ്മൾ സിനിമയെ പറ്റി കുറ്റം പറയല്ലോ, റിവ്യൂ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയണം, എനിക്കെന്ത് ഫീൽ ചെയ്തു ഞാൻ പറയണം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും എന്തോ എവിടെയോ ഇവർക്ക് എന്തോ ഒരു ചെറിയൊരു ക്ലൈമാക്സ് കൊണ്ടെത്തിക്കാൻ ആ ഒരു നമ്മൾക്കുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആകാംക്ഷയും അതും ഇതും നമ്മളൊരു ബിൽഡപ്പും അതൊന്നും ഈ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ നമുക്ക് തോന്നില്ല. അതാണ് ഒരു പ്രശ്നം ഈ സിനിമയുടെ മെയിൻ. ആ ക്ലൈമാക്സിൽ എത്തുമ്പോഴുള്ള നമുക്കുള്ളൊരു ബിൽഡപ്പും അതൊക്കെ തന്നത് ലാസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ സസ്പെൻസ് നമുക്കൊരു പകുതി ഭാഗം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ സസ്പെൻസ് ഏകദേശമൊക്കെ നമുക്ക് പിടികിട്ടും. പിന്നെ അത് കൂട്ടി യോജിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ചില പ്രശ്നങ്ങൾ സിനിമയ്ക്കുണ്ടെന്നല്ലാതെ വേറെ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്കൽ, അതിലൊരു ചേസിങ് സീൻ ഉണ്ട്, അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ചേസിങ് സീൻ, അത് ഞാനൊരു സ്കൂട്ടറിനെ സോബിനെ ചേസ് ചെയ്യുന്ന സീനുണ്ട്, ഒരു സ്കൂൾ ബസ്സിന്റെ പോലത്തെ ഒരു വണ്ടി, അത് രസമായിട്ട് എടുത്തിട്ടുണ്ട്, അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ പല ഇതിന്റെ റൈറ്റിംഗ് ഒക്കെ വളരെ രസമായിട്ട്, ആ ഷാപ്പിന്റെ ഉള്ളിലുള്ള ആ പാട്ടുകൾ അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഓവറോൾ ഇത് കണ്ടിരിക്കാം, നിങ്ങൾക്ക് ബോറടിക്കുന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില കണക്ടിവിറ്റി പ്രശ്നങ്ങൾ അങ്ങനെ എങ്ങനെ അതൊക്കെ തോന്നും. പിന്നെ ഈ ലാസ്റ്റ് എൻഡിങ് ക്ലൈമാക്സിന് ചെറിയ ഒരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അത്രയുള്ള ഒരു ബിൽഡപ്പ് ആ ക്ലൈമാക്സിലില്ല. നമുക്ക് ക്ലൈമാക്സ് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റും ഒരു പരിധി എത്തുമ്പോഴേക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു പ്രശ്നങ്ങളല്ലാതെ വൺ ടൈം വാച്ച്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് കോമഡിയിൽ കുറച്ചൊരു ദ്വയാർത്ഥങ്ങൾ കലർന്ന കുറച്ച് പിന്നെ കുറെ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫാമിലി വൈഫൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ പിള്ളേരായിട്ടൊന്നും പോകണ്ട. അങ്ങനെ അതൊക്കെ വൃത്തിയായിട്ടുണ്ടെന്നല്ല പറഞ്ഞ്, എന്നാലും ചില പദങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്നിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നി. പിള്ളേരായിട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു തോന്നുക, ചില ഡയലോഗ്സിലൊക്കെ അങ്ങനെ എടുത്തു പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട് അതിൽ. അങ്ങനെ എന്താ പറയുക, പച്ചയ്ക്ക് പറയില്ലേ, അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. എന്നാലും ബാഡ് വേർഡ്സ് ഒന്നും അധികമല്ല. ഈ മൈക്കു അങ്ങനത്തെ സംഭവങ്ങളും അധികം ഉപയോഗിച്ചിട്ടില്ല, അതന്നെ വലിയ കാര്യം.
അതുകൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് വേറെ കുറച്ചുകൂടി ഡാർക്കായി പോയത്. എനിവേ ഒരു എന്റർടൈനർ, സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എൻഗ്രോസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും ഒരു നല്ല മൂവി കണ്ടിരിക്കാം. അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു സിനിമ. ഒരു വീക്കെൻഡ് ഒക്കെ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാം, വൈഫൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് വരാം. ബൈ ബൈ.